എജ്യുകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ചരിത്രം, നവോത്ഥാനം എന്നിവയിൽ നിന്നുള്ള പ്രധാന ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആരുടെ വാക്കുകളാണിവ? 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്നത് വാഗ്ഭടാനന്ദന്റെ വാക്കുകളാണ്. മദ്രാസ് നിയമസഭയിലേക്ക് 1946 രണ്ടാം പ്രാവശ്യവും തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? മദ്രാസ് നിയമസഭയിലേക്ക് 1946 രണ്ടാം പ്രാവശ്യവും തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. ഓപ്ഷൻ എ വി കുട്ടിമാളുവമ്മ. എ വി കുട്ടിമാളുവമ്മയാണ് മദ്രാസ് നിയമസഭയിലേക്ക് 1946 രണ്ടാം പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. എ കെ ജി ഭവൻ എവിടെയാണ്? എ കെ ജി ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, ഡൽഹി. ഡൽഹിയിലാണ് എ കെ ജി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. വാഗ്ഭടാനന്ദന്റെ ശിവയോഗവിലാസം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പേര്? വാഗ്ഭടാനന്ദന്റെ ശിവയോഗവിലാസം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പേര് എന്തായിരുന്നു? ഓപ്ഷൻ ബി, ശിവയോഗി വിലാസം. ശിവയോഗി വിലാസം എന്നതായിരുന്നു വാഗ്ഭടാനന്ദന്റെ ശിവയോഗവിലാസം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പേര്. പട്ടിണിജാഥ നയിച്ച് മദ്രാസിലെത്തിയ എ കെ ഗോപാലനൊപ്പം 1 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? പട്ടിണിജാഥ നയിച്ച് മദ്രാസിലെത്തിയ എ കെ ഗോപാലിനൊപ്പം 1 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടത് ഓപ്ഷൻ സി, ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ. ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായരായിരുന്നു പട്ടിണിജാഥ നയിച്ച് മദ്രാസിലെത്തിയ എ കെ ഗോപാലിനൊപ്പം 1 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടത്. അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു ഞാനഹോ കുമാരനാശാന്റെ ഏത് രചനയിലെ വരികളാണിത്? അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു ഞാനഹോ കുമാരനാശാന്റെ ഏത് രചനയിലെ വരികളാണിത്? ഓപ്ഷൻ സി, കരുണ. കുമാരനാശാന്റെ കരുണ എന്ന രചനയിലെ വരികളാണ് അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു ഞാനഹോ എന്നത്. ഈഴവർക്ക് വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈഴവർക്ക് വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ സി, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറായിരുന്നു ഈഴവർക്ക് വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ ഡി, ടി ഭാസ്കരൻ. ടി ഭാസ്കരനാണ് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത്. വിനായക കാഷ്ടകം രചിച്ചത്? വിനായക കാഷ്ടകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് വിനായക കാഷ്ടകം രചിച്ചത്. എറണാകുളം ജില്ലയിലെ തേവരയിൽ പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ സംഘടന ഏതാണ്? എറണാകുളം ജില്ലയിലെ തേവരയിൽ പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ സംഘടന ഓപ്ഷൻ എ, വാലസമുദായ പരിഷ്കരണി സഭ. എറണാകുളം ജില്ലയിലെ തേവരയിൽ പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ സംഘടനയായിരുന്നു വാലസമുദായ പരിഷ്കരണി സഭ. കൈരളി കൗതുകം രചിച്ചത് ആരാണ്? കൈരളി കൗതുകം രചിച്ചത് ഓപ്ഷൻ ബി, പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ രചനയാണ് കൈരളി കൗതുകം. മന്നത്ത് പത്മനാഭൻ ഏത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടാണ് നിയമിക്കപ്പെട്ടത്? മന്നത്ത് പത്മനാഭൻ ഏത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടായിരുന്നു നിയമിക്കപ്പെട്ടത്? ഓപ്ഷൻ സി, തിരുവിതാംകൂർ. മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടാണ് നിയമിക്കപ്പെട്ടത്. കുമാരനാശാന്റെ ഏത് രചനയിലെ നായക കഥാപാത്രമാണ് മദനൻ? കുമാരനാശാന്റെ ഏത് രചനയിലെ നായക കഥാപാത്രമാണ് മദനൻ? ഓപ്ഷൻ ഡി, ലീല. കുമാരനാശാന്റെ ലീല എന്ന രചനയിലെ നായക കഥാപാത്രമാണ് മദനൻ. ഏതിലാണ് EMS നമ്പൂതിരിപ്പാടിന്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്? ഏതിലായിരുന്നു
EMS നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ഡി പാശുപതം. പാശുപതത്തിലായിരുന്നു EMS നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്. തുർക്കി സമാചാർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? തുർക്കി സമാചാർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ഓപ്ഷൻ എ മക്തി തങ്ങൾ. മക്തി തങ്ങളായിരുന്നു തുർക്കി സമാചാർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. തോൽവിറക് സമരവും മേച്ചിപ്പുല്ല് സമരവും നടന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തോൽവിറക് സമരവും മേച്ചിപ്പുല്ല് സമരവും നടന്ന ജില്ലകൾ? ഓപ്ഷൻ ബി കാസർഗോഡ്, കണ്ണൂർ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളായിട്ടാണ് തോൽവിറക് സമരവും മേച്ചിപ്പുല്ല് സമരവും നടന്നത്. കേരളത്തിൻ്റെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത്? കേരളത്തിൻ്റെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ എ കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയായിരുന്നു കേരളത്തിൻ്റെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത്. ഏത് മാസികയിലാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഏത് മാസികയിലായിരുന്നു ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി രസികരഞ്ജിനി. രസികരഞ്ജിനി എന്ന മാസികയിലായിരുന്നു ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളായിരുന്നു അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നത്. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത്? എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി AK ഗോപാലൻ. AK ഗോപാലൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ. 1848 കല്ലായിയിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് ആരായിരുന്നു? 1848 കല്ലായിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത്? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് 1848 കല്ലായിയിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലായിരുന്നു ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? ഓപ്ഷൻ എ കൊല്ലം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്. നിത്യചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? നിത്യചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? ഓപ്ഷൻ ബി നടരാജഗുരു. നടരാജഗുരുവിൻ്റെ ശിഷ്യനാണ് നിത്യചൈതന്യയതി. നാണു ആശാൻ എന്നറിയപ്പെട്ട സിദ്ധവ്യക്തി? നാണു ആശാൻ എന്നറിയപ്പെട്ട സിദ്ധവ്യക്തി ആരാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവായിരുന്നു നാണു ആശാൻ എന്നറിയപ്പെട്ട സിദ്ധ വ്യക്തി. യാചനായാത്രയുടെ ലക്ഷ്യം തന്നിരിക്കുന്നവയിൽ യാചനായാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ ബി ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു യാചനായാത്രയുടെ ലക്ഷ്യം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.